ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ക്ലാഷ് ഓഫ് ക്ലാൻസിൻ്റെ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ അത് ഒരു പുതിയ ഇവൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇതിപ്പോൾ. അപ്പോൾ നമ്മുടെ ചാനലിൽ തന്നെ ആദ്യത്തെ വീഡിയോ ആണെന്ന് തോന്നുന്നു ക്ലാഷ് ഓഫ് ക്ലാൻസിൻ്റെ. അപ്പോൾ നമ്മളെ ചാനലിൽ എല്ലാ ഗെയിമിൻ്റെയും ഏകദേശം എല്ലാ ലോക്കലല്ല കളിക്കുന്ന ഗെയിമുണ്ടല്ലോ, ഏകദേശം കുറേ ഡൗൺലോഡ്സ് ഉള്ള നമ്മളെ ഫ്രീ ഫയർ, പബ്ജി ഇങ്ങനത്തെ ഗെയിംസൊക്കെ. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പോൾ ഇതിനു മുൻപ് 3 ഗെയിംസ് ഇട്ടിട്ടുണ്ട്: മൈൻക്രാഫ്റ്റ്, ഫ്രീ ഫയർ, പബ്ജി. അപ്പോൾ അതേമാതിരി ഇപ്പോൾ ക്ലാഷ് ഓഫ് ക്ലാൻസ് നമ്മൾ വീഡിയോ ഇടാണ്. അപ്പോൾ അതിൽ കൊടുക്കുന്ന പുതിയൊരു ഹീറോസിൻ്റെ എബിലിറ്റിയാണ് മാജിക് മിറർ. ഇത് ക്വീൻ്റെ എബിലിറ്റിയാണ്. അപ്പോൾ പക്ഷേ എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം ലെവൽ 1 ആണ് കിട്ടുക. പിന്നെ അത് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ ആവുള്ളൂ. മാക്സിമം പോയാൽ ലെവൽ 17 വരെയൊക്കെ പോവുള്ളൂ. 17, 23 പോവുള്ളൂ ക്വീൻ്റെ എബിലിറ്റി. അപ്പോൾ അതിൽ കാര്യമില്ല എന്നാണ് തോന്നുന്നത്. പിന്നെ ഉള്ളത് ആ ടോക്കനെ വെച്ചിട്ട് ഇതിലുള്ള മറ്റുള്ള കളക്ഷൻസൊക്കെ നമ്മൾ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ എനിക്കിതിൽ വെർത്തായിട്ട് തോന്നിയിട്ടുള്ളത് ഓറ് മാത്രമാണ്. ഗ്ലേസിങ് ഒക്കെ ഉള്ള ഓറുണ്ട്. അപ്പോൾ അതാണ് എനിക്ക് വെർത്തായിട്ട് തോന്നിയിട്ടുള്ളത്. നമ്മളെ ഇപ്പോഴുള്ള ട്രൂപ്പിൻ്റെ എബിലിറ്റി നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ കഴിയും അത് വെച്ചിട്ട്. ഇപ്പോൾ കളക്ഷൻ ആയിരുന്നു ലൂട്ട് കിട്ടണമെന്ന് നോക്കുകയാണെങ്കിൽ ഒരുപാടുണ്ട്. അപ്പോൾ നമ്മുടെ ടോപ്പ് പോയിൻ്റ് എടുക്കുന്നതിനനുസരിച്ചായിരിക്കും ഇതിൽ ലൂട്ട് നമുക്ക് ക്ലെയിം ചെയ്യാൻ കഴിയുക. അപ്പോൾ പോയിൻ്റ് കിട്ടണമെങ്കിൽ നമ്മൾ മൾട്ടിപ്ലെയർ ബാറ്റിൽ വിസാർഡ് ടവർ പൊട്ടിക്കണം. അപ്പോൾ ഒരു വിസാർഡ് ടവറിൽ നമുക്ക് 100 വെച്ചിട്ടാണ് കിട്ടുക. അപ്പോൾ ഞാനാണെങ്കിൽ ഈ ക്വീൻ്റെ എബിലിറ്റിയിൽ ജയൻ്റാരോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാകുമ്പോൾ ഒറ്റ എബിലിറ്റി ക്ലിക്കിങ്ങിൽ തന്നെ 3 വിസാർഡ് ടവറും കൂടി എനിക്ക് അടിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതേമാതിരി ക്വീന് ഒറ്റടിക്ക് ജയൻ്റാരോ ഇട്ടതിനോണ്ട് എല്ലാം കവർ ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ ഇത്തിരി ലൈഫ് ബാക്കിയുണ്ടെങ്കിൽ നമ്മൾ ലൈറ്റ്നിങ് ഇടും. അപ്പോൾ അത്രേ ഉള്ളൂ അത് ടിപ്പ് എന്ന് പറയാൻ എടുക്കാൻ. പിന്നെ നമ്മളെ കിങ്ങാണ്. കിങ്ങിന് ഈ അടുത്ത് ഇവൻറ്റിന് വന്നിരുന്നല്ലോ ബോള്. അപ്പോൾ ബോൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് 7 എണ്ണം മൊത്തത്തിൽ ഡിഫൻസ് എടുക്കുക. അപ്പോൾ ഇത് ഞാൻ ഫുള്ള് ക്ലെയിം ചെയ്തിട്ടുണ്ട്. രാവിലെ വന്നപ്പോൾ തുടങ്ങിയിട്ട് ഒരു 3 മണിക്കൂർ മെനക്കേടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ആവശ്യത്തിലധികം ലൂട്ടുണ്ട്. ഷൈനി ഓറും ഗോൾഡൻ ഓറും എല്ലാം ഉണ്ട്. എന്നാലും അത് പോരല്ലോ, ഇത് എത്ര കിട്ടിയാലും മതിയാകത്തില്ല. കാരണം ഓറൊക്കെ ഒരുപാട് വേണം മാക്സ് ആക്കണമെങ്കിൽ. അപ്പോൾ ഗ്ലോവി ഓളും ഷൈനി ഓറൊക്കെ എനിക്ക് ആവശ്യമുള്ളതാണ്. അപ്പോൾ ഞാൻ ബാക്കിയുള്ള ടോക്കന് 3100 ടോക്കൻ ഉണ്ട് സംതിങ് ഇത് മുഴുവൻ ക്ലെയിം ചെയ്തപ്പോൾ. അപ്പോൾ പിന്നെ ഇതിൻ്റെ അവസാനം നമുക്കൊരു ഡെക്കറേഷൻ്റെ ഒരു സാധനം കിട്ടുന്നുണ്ട്. അപ്പോൾ അത് വിസാർഡിൻ്റെ ഏകദേശം ലുക്കിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതാണ് സാധനം ഡെക്കറേഷൻ്റെ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാധനമാണ്. പക്ഷേ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഫ്രീ ആയിട്ട് കിട്ടിയതല്ലേ, അപ്പോൾ പിന്നെ കുഴപ്പമില്ല. ഞാനത് തൽക്കാലം പാടെ വെച്ച്. കാരണം ബാക്കി പണിയുണ്ട്. ഇത് റെഡീം ചെയ്യണോ ഈ ടോക്കൺ എക്സ്ചേഞ്ച് ചെയ്തിട്ട്. അപ്പോൾ അതവിടെ വെച്ച് കഴിഞ്ഞാൽ ഇവൻറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നഷ്ടമാണ്, അത് ഉപകാരപ്പെടില്ല. അപ്പോൾ ട്രൈഡിൽ പോയി കഴിഞ്ഞാൽ ഇതിലിപ്പോഴും 650 ബാലൻസ് ഉണ്ട് എനിക്ക് ക്ലെയിം ചെയ്യാൻ. അതപ്പോൾ ഞാൻ ക്ലെയിം ചെയ്യും. പിന്നെ എബിലിറ്റി എനിക്ക് അത്ര ഇഷ്ടപ്പെടാത്തതിനെ കൊണ്ട് ഞാനത് എടുക്കുന്നില്ല. പകരം വേറെ താഴെ ഓറുണ്ട്. അപ്പോൾ അത് ഓറെടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇത് പോയി പിന്നീട് റയറായി കഴിഞ്ഞാലോ വിചാരിച്ചിട്ടാണ് പിന്നെ ഒരു മടി. എന്നാലും മറ്റുള്ള കമ്പനിക്കാരെ ചോദിച്ചേക്കും അവർ എടുക്കണില്ല എന്നാണ് കേട്ടത്. എന്നാൽ പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലും ഇതൊന്നും വാങ്ങാതെ നോക്കിയപ്പോൾ
കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ ബുക്കൊക്കെ ഉണ്ട്. ബുക്കൊക്കെ നല്ല റേറ്റാണ്, 1030 കൊടുക്കണം ഒരു ബുക്കിന്. പിന്നെ അത് നഷ്ടമാണ്. അപ്പം ഞാൻ പിന്നെ നോക്കട്ടെ, എൻ്റെ കയ്യിൽ എത്ര ഓറുണ്ട് നോക്കണം. ഒരുപാടുണ്ടെങ്കിൽ എന്നാൽ പിന്നെ എടുക്കണ്ടല്ലോ എന്നറിഞ്ഞു. ഞാൻ നോക്കട്ടെ, അപ്ഗ്രേഡ് ചെയ്യുന്ന സ്ഥലത്ത് പോയി നോക്കണം ഹീറോസിൻ്റെ. അപ്പോൾ നോക്കിയപ്പോൾ കുറച്ചേ ഉള്ളൂ, 5000 സംതിങ് ഉള്ളൂ ഓറ്. അപ്പോൾ പിന്നെ എന്നാൽ വാങ്ങിയേക്കാന്ന് കരുതി ഞാൻ അപ്ഗ്രേഡ് ചെയ്ത് അപ്ഗ്രേഡ് ചെയ്യാൻ. പക്ഷേ ഇത് വാങ്ങിയിട്ട് അപ്ഗ്രേഡ് ചെയ്യിച്ചു. കണ്ണും പൂട്ടി 2 ചറവറ വാങ്ങി. കാരണം 2 യൂസുള്ള സാധനമാണ്, കുറച്ചൊന്നല്ല ഉള്ളത്, ഒരുപാടുണ്ട്. ഞാൻ ബാക്കിയുള്ള ടോക്കൺ പോർഷൻ വാങ്ങാൻ വിചാരിച്ചു. കാരണം ട്രെയിനിങ് ആവശ്യമുള്ളതാണ്. ഇനി ഇതേമാതിരി ഇവൻ്റ് വരുമ്പോൾ ട്രെയിനിങ്ങിൻ്റെ സ്പെല്ലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് ഇവിടെ ക്ലാൻ ഹൗസിൻ്റെ റൂഫ് ഉണ്ടായിരുന്നു. അത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. തൽക്കാലം നമ്മൾ ഈ ടോക്കൺ വെച്ചിട്ട് 15 ആക്കിയിട്ടുണ്ട്. പക്ഷെ വാർഡൻ്റെ ആക്കാൻ കുറച്ചും കൂടി വേണം. കിട്ടും, നമ്മൾ ക്ലാൻ വാറൊക്കെ കഴിയുമ്പോൾ നമുക്ക് കിട്ടുമല്ലോ. അപ്പം അതങ്ങനെ അപ്ഗ്രേഡ് ചെയ്യാൻ നമ്മൾ ഇത്രക്കുള്ളൂ ഇവൻറ്റിൻ്റെത്. പിന്നെ മറ്റേത് കംപ്ലീറ്റ് ആക്കാണ്ടായിരുന്നു, ഒരു 650 ഉണ്ടായിരുന്നു. അത് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ക്ലാൻ്റെ ഹൗസിൻ്റെ റൂഫ് വാങ്ങിയായിരുന്നു. അപ്പോൾ അത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിനു വേണ്ടി അറ്റാക്ക് ചെയ്യാൻ പോയതാണ്. മൾട്ടിപ്ലെയറിൽ നോക്കിയപ്പോൾ അപ്പോൾ കുഴപ്പമില്ലാത്ത സ്ഥലം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കിങ്ങിൻ്റെ എബിലിറ്റി ഉള്ളതിനോണ്ട് കിങ്ങിനെ ഇട്ടിട്ട് ഇതിട്ടിട്ടുള്ളൂ, എബിലിറ്റി ഇട്ടിട്ടുള്ളൂ. 7 ഡിഫെൻസ് ഒറ്റയടിക്കാൻ പോയത്. അപ്പോൾ അങ്ങനെയൊക്കെ യൂസ് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് പോയിൻ്റ് കിട്ടും. അതൊരു ടിപ്പ് പോലെ തന്നെ. അപ്പോൾ എനിക്ക് കയറി നോക്കിയപ്പോൾ ഒരു 100 പോയിൻറ്റും കൂടി വേണം തോന്നുന്നു. അപ്പോൾ 100 പെട്ടെന്ന് കിട്ടല്ലേ വിചാരിച്ച് ഞാൻ പോന്ന്. കിങ്ങും കീനെ മതി ഇത് ക്ലെയിം ചെയ്യാൻ. അപ്പോൾ കിങ്ങിനിട്ട് എബിലിറ്റി ഇട്ട് മതി, ബാക്ക് അടിച്ച്. -1 ഒരു കുഴപ്പമില്ല, നമുക്ക് ഇവൻ്റ് കംപ്ലീറ്റ് ചെയ്താൽ മതി. അപ്പോൾ അത് ക്ലെയിം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 650 ആയിരുന്നു. അപ്പോൾ ബാക്കി 150-200 ടോക്കണായിട്ടോ എൻ്റെ വീഡിയോൻ്റെ അടിയിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എക്സ്ട്രാ ടോക്കൺ കിട്ടും. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ 800 ടോക്കണായിട്ടുള്ളത്. അപ്പോൾ ഞാൻ വന്ന് നോക്കിയപ്പോൾ വാളിൽ കാര്യമില്ല. കാരണം റൂഫാണ് പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യുക. റൂഫാണ് മോൾ ഭാഗം അതിനെക്കൊണ്ട് പെട്ടെന്ന് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ റൂഫ് എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ 2 എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ വൈകിയാണ് അത് കണ്ടത്. നേരത്തെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ എനിക്ക് എടുക്കുമായിരുന്നു. അറിയില്ല. അപ്പോൾ അടുത്ത ഇവൻ്റ് വരുമ്പോൾ വേറെ വാളെടുക്കാം നമുക്ക്. അപ്പോൾ ഞാനത് എടുക്കാമെന്ന് തന്നെ വിചാരിച്ചു, അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ബാക്കി ടോക്കൺ ഉണ്ട്. അപ്പോൾ ഞാനൊരു പവർ പോഷനുമാണ് വിചാരിച്ചത്. പിന്നെ നമുക്ക് കുറേ ട്രൂപ്പിനെ ലെവലപ്പ് ചെയ്യാനുള്ളതിനെക്കൊണ്ട് ലൈബ്രറിയിൽ യൂസ് ചെയ്യുന്ന പോഷൻ മറ്റേ പിങ്ക് വാങ്ങി. അപ്പോൾ നമ്മളത് എക്യുപ്പ് ചെയ്യണമല്ലോ, വാങ്ങിയാൽ പോരാ, ഉപയോഗിക്കണ്ടേ. അപ്പോൾ ഞാൻ ക്ലാൻ ക്യാപിറ്റലിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. പോയിട്ട് അത് എക്യുപ്പ് ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ക്യാപിറ്റലിൽ പോയി നമ്മുടെ ബേസ് ഹോം എടുത്ത് നോക്കിയപ്പോൾ റൂഫ് അടിപൊളിയാണ്, നല്ല എഫക്റ്റും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. നല്ല ഗ്യാപ്പിൽ വരെ നമുക്ക് വേറിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇത്രക്കാണ് വീഡിയോ ഇത്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ താഴെ കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്ട്രാ പോയിൻ്റ് കിട്ടും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ ഈ വീഡിയോയിലുള്ളത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. നമ്മളെ പുതിയ ഇവൻ്റൊക്കെ വരുമ്പോൾ നമ്മൾ ഇടും വീഡിയോ, എല്ലാ ഗെയിമിൻ്റെയും ഇടുന്നുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.